ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഈ പ്രദേശത്ത് ക്രമീകരിക്കപ്പെട്ട സുവിശേഷ യോഗത്തിന്റെ ഒടുവിലത്തെ ദിവസത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. പന്തലിനും പരിസരത്തും അവിടെയായി നിൽക്കുന്ന സഹോദരി സഹോദരന്മാര് പന്തലിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന കസേരകളിലേക്ക് വന്നിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. മഴയുടെ അല്പമായ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഉണ്ടെങ്കിലും കർത്താവ് നമ്മുടെ യോഗത്തിന് തടസ്സമായ യാതൊരു കാര്യവും വരുത്തുകയില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ യോഗം ആരംഭിക്കാമെന്ന കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ പേര് പറയുന്ന സഹോദരന്മാര് സ്റ്റേജിലേക്ക് വന്നിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഡോക്ടർ OM സാമുവേൽ സാറ്, സഹോദരൻ PG ജെയിംസ്, സഹോദരൻ PT തോമസ്, T മാത്യൂസ് അങ്കിള്, TJ നൈനാൻ, സഹോദരൻ KC ഗബ്രിയേല്, സഹോദരൻ PK ബാബു എന്നീ പ്രിയപ്പെട്ടവർ സ്റ്റേജിലേക്ക് വന്നിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ 2 രാത്രികളിലും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഈ ദേശത്തോട് അറിയിക്കുവാൻ കർത്താവിന്റെ ദാസന്മാരെ കർത്താവ് ഉപയോഗിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ നാമത്തിന് നമുക്ക് മഹത്വം കരേറ്റാം. കർത്താവിന്റെ അദൃശ്യമാകുന്ന സാന്നിധ്യം ഈ രാത്രിയിലും നമുക്ക് അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കർത്താവിന്റെ നാമം ഈ രാത്രിയിലും ഈ ദേശത്ത് മഹത്വപ്പെടുവാൻ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രന്റെ നാമം ഈ ദേശത്ത് ഈ രാത്രിയിലും ഉയർത്തപ്പെടുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനു വേണ്ടി നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പന്തലിന്റെ പരിസരത്തും അവിടെയായി കൂടി നിൽക്കുന്ന സഹോദരി സഹോദരന്മാര് പന്തലിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന കസേരകളിലേക്ക് വന്നിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ ഗാനശുശ്രൂഷ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗാനശുശ്രൂഷയ്ക്ക് മുൻപ് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കി ഈ രാത്രിയിൽ എല്ലാവിധമായ അനുകൂല സാഹചര്യങ്ങളും നൽകി ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, കർത്താവിന്റെ നാമം ഈ ദേശത്ത് ഈ രാത്രിയിൽ മഹത്വപ്പെടുന്ന കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഗാനശുശ്രൂഷ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ യോഗത്തിലെ 3-ാം രാത്രിയിലേക്ക് ഞങ്ങൾക്ക് കടന്നുവരുവാൻ വലിയവനായ ദൈവമേ, നീ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മഴയുടെ പ്രതികൂല സാഹചര്യങ്ങൾ അല്പമായിട്ട് ഞങ്ങൾക്ക് ഉണ്ട് എങ്കിലും എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കുവാൻ കഴിവുള്ളവനായ ദൈവമേ, ഞങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം നൽകിത്തന്ന് ഈ രാത്രിയിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഗാനശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാര് ആത്മാവിൽ നിറയപ്പെട്ട് ഞങ്ങൾക്ക് ആത്മീയമായ ഉണർവ് ലഭിക്കത്തക്ക നിലയിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രിയപ്പെട്ട നിന്റെ മക്കളെ സഹായിച്ചു കൊള്ളണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു.
മഴയുടെ പ്രതികൂല സാഹചര്യങ്ങളെങ്കിലും ഇത്രയും സഹോദരി സഹോദരന്മാരെ നീ കൂട്ടിവരുത്തിയതുകൊണ്ട് അവിടുത്തെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലെ വചനം പ്രസംഗിക്കേണ്ടതിനായിട്ട് അവിടുത്തെ വലിയൊരു ദാസനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്നുകൊണ്ട് ആത്മാവിൽ നിറയപ്പെട്ട് വചനത്തിലെ ഏറിയ നിശ്ചയത്തോടുകൂടെ ഞങ്ങളെ രക്ഷിക്കുന്ന രക്ഷിതാവിനെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഉയർത്തുവാൻ കർത്താവെ നീ സഹായിക്കുമാറാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അദൃശ്യമാകുന്ന സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാനും എല്ലാ നിലയിലും ഞങ്ങൾക്ക് സന്തോഷകരമായി ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാനും വലിയവനായ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. തിരുനാമം ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടുവാൻ സഹായിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു സന്ധ്യയിലൂടെ നമുക്കൊരുമിച്ച് ഇങ്ങനെ കൂടി വരാനായിട്ട് ദൈവം അവസരം നൽകി തന്നു. കാലാവസ്ഥയുടെ പ്രതികൂല്യം ഉണ്ടെങ്കിലും കടന്നു വന്ന പ്രിയപ്പെട്ടവരോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗാന ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ കർത്താവിനെ പോലെ തുല്യം ചൊല്ലുവാനായിട്ട് ആരും നമുക്കില്ല. ഇന്ന് രാവിലെ കാലം നാം അത് ഓർത്തതാണ്. ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കാനായിട്ട് തൻ്റെ പിതാവിൻ്റെ ഹിതം നമുക്ക് വേണ്ടി, മനുഷ്യകുലത്തിനു വേണ്ടി നിറവേറ്റുവാനായിട്ട് തന്നെത്താൻ ഒരുക്കി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന വലിയവനായ കർത്താവ് നമ്മുടെ പാപങ്ങളെ തൻ്റെ സ്വന്തം ശിരസിന്മേൽ, ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് നമുക്കായിട്ട് ക്രൂസിൽ മരിച്ച ബലവനായ കർത്താവ് നമ്മളോടുള്ള സ്നേഹം അതെത്ര വലുതാണ്. എൻ പ്രേമഗീതമാം എൻ യേശുനാഥ നീ, എൻ ജീവനേക്കാളും നീ വലിയതാണ് എനിക്ക്. അങ്ങയുടെ ജീവൻ എനിക്ക് വേണ്ടി തകർത്ത് കളയുവാനായിട്ട് ഹിതമായ എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനേക്കാളും അധികമായിട്ട് ഞാൻ സ്നേഹിക്കുന്നു. നമുക്കൊരുമിച്ച് പറയാം. തുല്യം ചൊല്ലുവാനായിട്ട് നമ്മുടെ കർത്താവിനെ പോലെ ആരുമില്ലല്ലോ. ഈ സ്നേഹം വർണ്ണിക്കുന്ന ഒരു ഗാനത്തോടുകൂടി സംഗീത ശുശ്രൂഷ ആരംഭിക്കുന്നു. എൻ പ്രേമഗീതമാ എൻ യേശുനാഥ നീ, എൻ പ്രേമഗീതമാ എൻ യേശുനാഥ നീ, എൻ ജീവനേ നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന
അങ്ങെപ്പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ. അങ്ങെപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന 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 ആരാധന. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയുന്നു: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്നെപ്പറ്റി ആഗ്രഹിക്കുന്നത് എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തുതി കരയറ്റുന്നവൻ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മെ അലട്ടാറുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും വേദനിക്കാതെ വ്യാകുലപ്പെടാതെ മുൻപോട്ട് പോകാനായിട്ട് തനിക്ക് കഴിയും. ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഹിന്ദി ഗാനമാണ് അടുത്തതായിട്ട്
നമുക്ക് എപ്പോഴും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയട്ടെ. നമ്മുടെ ദൈവം എല്ലാം അറിയുന്നവനാണ് എന്നുള്ള ആ ബോധം നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഒന്നിനെപ്പറ്റിയും വ്യാകുലപ്പെടാതെ മുൻപോട്ട് പോകാനായിട്ട് ഈ ഗാനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. मान करो उसके धर आओ
चलो गाओ खुशी के गीत, उसका गुणगान करो, इबादत करो, उसकी इबादत करो, इबादत करो, उसकी इबादत करो। ये दुनिया के लोगों ऊंची आवाज करो, गाओ खुशी के गीत, उसका गुणगान करो, इबादत करो, उसकी इबादत 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 करो। ഈ ലോക ജീവിതയാത്രയിൽ നമുക്ക് മിത്രങ്ങളുണ്ടാവാം, വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് മാനുഷികമായിട്ട് ഉണ്ടാവാം. എന്നാൽ ഏതൊരു അവസരത്തിലും നമുക്ക് ഏറ്റവും അടുത്ത മിത്രമായി ഒരു വിശ്വാസിക്ക് കാണാൻ കഴിയുന്നത് തന്നെ വീണ്ടെടുത്തവനായ കർത്താവിനെയാണ്. ഒരു പിതാവായി, മാതാവായി, നല്ല സഖിയായി, നല്ല സുഹൃത്തായി എല്ലാം ആ തരത്തിൽ നല്ലവനായ ഒരു സുഹൃത്തിനെ നമുക്ക് കർത്താവിലൂടെ കണ്ടെത്താം. ഈ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഗാനം അടുത്തായിട്ട് ശ്രദ്ധിക്കുക.
ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗാനങ്ങളോ പുസ്തകങ്ങളോ ഒക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത് സ്നേഹത്തെ പറ്റിയായിരിക്കാം. പക്ഷേ അതൊക്കെയും ഈ ലോകപ്രകാരം കാണുന്ന സ്നേഹമാണ്. അതിനെപ്പറ്റി കവികൾ വർണ്ണിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞ സ്നേഹം അത് നിർമ്മലമായ സ്നേഹമാണ്, നിത്യമായ സ്നേഹമാണ്. പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തത് മൂലം ആ നിർമ്മലമായ സ്നേഹം തന്നിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ആ സ്നേഹത്തെപ്പറ്റി പാടുവാനായിട്ട്, ആ സ്നേഹത്തെപ്പറ്റി ഓർക്കുവാനായിട്ട് നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ എന്ന് തുടങ്ങുന്ന അടുത്ത ഗാനം, ഇതുവരെയും എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന അവലിവനായ ദൈവത്തെ പുകഴ്ത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്തുതിഗീതം. ഈ ഗാനം അടുത്തായിട്ട് ശ്രദ്ധിക്കാം. ആനന്ദം കൊള്ളുന്നു
താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയോനേ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. എന്നേശുവേ എൻ നാഥനേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു. എന്നേശുവേ എൻ നാഥനേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു. ലോകത്തിലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞതാണ്. സന്തുഷ്ടമായ എല്ലാ നന്മകളും ആഹ്വാനം ചെയ്യുന്ന സുഖലോലുപതയുടെ ഒരു ക്രൈസ്തവ ജീവിതം വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും കഷ്ടതയിലൂടെ നിത്യസന്തോഷത്തിലേക്കുള്ള പ്രയാണമാണ് ക്രിസ്തീയ ജീവിതം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നമ്മുടെ പ്രിയന്റെ നാട് വിശ്വാസത്താൽ നാം ദൂരവേ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. ആദ്യ ഇസ്രയേൽ ജനത്തിന് ദൈവം താൻ അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി തണലേകി വെളിച്ചമേകിയവരെ
നയിച്ചുകൊണ്ടിരുന്നു. ഈ ലോകത്തിന്റെ എല്ലാ പ്രതാപങ്ങളും സുഖങ്ങളും വെള്ളത്തിലെ കുമിള പോലെ അപ്രത്യക്ഷമാകുമ്പോൾ, ഈ ലോക ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നശ്വരമെന്ന് നാം അറിയുമ്പോൾ, തങ്കത്തെരുവിൽ നമ്മുടെ പ്രാണപ്രിയനോടുകൂടിയുള്ള വാസത്തിൽ ആ പുതുവാന ഭൂമിയിൽ വാസം ചെയ്യുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിന്റെ മനോഹാരിതയും അതിന്റെ ഗൗരവവും അതിന്റെ ശ്രേഷ്ഠതയും നാം മനസ്സിലാക്കും. ഈ ആശയം വരുന്ന മറ്റൊരു ഗാനത്തിനെ നമുക്ക് കാതുകളെ ഓർക്കാം. പാടുകൾക്കെല്ലാം പ്രതിഫലമെണ്ണി വാങ്ങിയിടുമ്പോൾ, ഇവിടെ നീയേറ്റ പാടുകൾക്കെല്ലാം പ്രതിഫലമെണ്ണി വാങ്ങിയിടുമ്പോൾ, ശോഭിക്കും കിരീടം നിന്റെ ശിരസിൽ വച്ചു കാന്തനോതും, ശോഭിക്കും കിരീടം നിന്റെ ശിരസിൽ വച്ചു കാന്തനോതും. എന്റെ പ്രിയനേ സുന്ദരി തന്നെ, സർവാംഗ സുന്ദരിയം കാന്തയാം സഭേ. എന്റെ പ്രിയനേ സുന്ദരി തന്നെ, സർവാംഗ സുന്ദരിയം കാന്തയാം സഭേ.
പാടുകൾക്കെല്ലാം പ്രതിഫലമെണ്ണി വാങ്ങിടുമ്പോൾ ശോഭിക്കും കിരീടം നിന്റെ ശിരസിൽ വച്ചു കാന്തനോടും. ശോഭിക്കും കിരീടം നിന്റെ ശിരസിൽ വച്ചു കാന്തനോടും. എന്റെ പ്രിയനീ സുന്ദരി തന്നെ സർവാംഗ സുന്ദരിയം കാന്തയാം സഖേ. എന്റെ പ്രിയനീ സുന്ദരി തന്നെ സർവാംഗ സുന്ദരിയം കാന്തയാം സഖേ. എന്റെ പ്രിയനീ സുന്ദരി തന്നെ സർവാംഗ സുന്ദരിയം കാന്തയാം സഖേ. മനുഷ്യരെപ്പോഴും തൻ്റെ കഴിവിനെ പരമാവധി മറ്റുള്ളവരോട് പൂഴ്ത്തി പറയുവാനായിട്ട്, ആ തരത്തിൽ തൻ്റെ നേട്ടങ്ങളെ വ്യാഖ്യാനിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്നവരാണ്. ആ തരത്തിലാണ് മനുഷ്യൻ്റെ പൊതുവെയുള്ള സ്വഭാവം. തൻ്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥനയുണ്ടെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടെന്നോ ഒരുപക്ഷെ പലപ്പോഴും നാം ഓരോരുത്തരും ഓർക്കാറില്ല. അതൊക്കെയും നമ്മുടെ സ്വന്തം കഴിവായി നേട്ടമായി കാണാനാണ് നമുക്കൊക്കെയും ഇഷ്ടം. പക്ഷേ ഇതൊക്കെയും എത്ര നശ്വരമാണ് എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. ഏതു നേരവും ഇതൊക്കെയും നമ്മിൽ നിന്ന് അകന്നു പോകാം. നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും അതിനൊക്കെയും നിമിഷത്തിൻ്റെ ആയുസ് മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ മുൻപിലുള്ള കാഴ്ചകൾ, അതാണ് നമ്മെ വിളിച്ച് അറിയിച്ചുകൊള്ളുന്നത്. എൻ പ്രാണനും എൻ ആയുസ്സും നിന്ദാനം മാത്രമല്ലോ നാഥ, എൻ ജീവിത നേട്ടങ്ങളും നിന്ദാനമേ. ഇന്ന് രാത്രികാലം ദൈവമേ, എൻ്റെ ആയുസ്സും എൻ്റെ ആരോഗ്യവും എൻ്റെ പ്രാണനും എല്ലാം അവിടുത്തെ ദാനമാണ്. നമുക്ക് ചേർന്ന് പറയാം, എൻ്റേതായി ഒന്നുമില്ല, ഒരു നിമിഷം പോലും അങ്ങയില്ലാതെ എനിക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. ഈ ആശയം വരുന്ന ഒരു ഗാനം അടുത്തായിട്ട് ശ്രദ്ധിക്കുക.
എന്നായുസ്സും നിന്ദാനം മാത്രമല്ലോ ഇത്രയും സമയം ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമയം മുൻപോട്ട് പോയല്ലോ. അടുത്ത ഗാനം നമുക്ക് ഏവർക്കും അറിയാവുന്ന ഗാനമാണ്. പഴയ ഒരു ഗാനമാണ്. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മുടെ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടുവിൻ. രാത്രികാലം നമ്മുടെ കർത്താവ് നമുക്കായി ജീവിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ഗാനം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാമല്ലോ. നമുക്കൊരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് ഈ ഗാനം പാടാം.
ഒരു ഗാനം കൂടെ നമുക്ക് പാടാം. ആ ഗാനം എല്ലാവരും കുറച്ച് സമയമായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഉഷാറായിട്ട് നമുക്ക് പാടാം. ശ്രീയേശുനാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന പാട്ടാണ്. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ഈ ഗാനം കൂടെ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും ചേർന്ന് പാടാൻ അറിയാമല്ലോ. നമുക്ക് ഒരുമിച്ച് ഉച്ചത്തിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. സഹോദരി സഹോദരന്മാര്, ഈ ഫ്രണ്ടിൽ ഒത്തിരി കസേര ഒഴിഞ്ഞിടപെടും. മുമ്പോട്ടൊന്ന് കയറിയിരിക്കുവാൻ ഓർപ്പിക്കുന്നു. ബാക്കിലേക്ക് ഇനി കസേര ഇടുവാനുള്ള അസൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ആ നിലയിൽ ഓർപ്പിക്കുന്നത്. മുമ്പോട്ട് ഫ്രണ്ടിലുള്ള കസേരകളിലേക്ക് കയറിയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മഴയുടെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രത്തോളം സഹോദരി സഹോദരന്മാർ കടന്നു വരുവാനിടയായതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പ്രതികൂലങ്ങളെ അനുകൂലമാക്കി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് ഈ രാത്രിയിൽ നന്ദിയാൽ നിറഞ്ഞ ദൈവത്തിന് മഹത്വം കരയറ്റാം, ദൈവത്തെ സ്തുതിക്കാം. തുടർന്നുള്ള ഈ മീറ്റിങ്ങിനെ ലീഡിങ് ചെയ്യുന്നതിനായിട്ട് പ്രിയ നയനാച്ചൻ സഹോദരനെ ക്ഷണിച്ചോളും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അല്പസമയത്തിന് മുമ്പ് ആ പ്രിയ പിതാവ് ഇവിടെ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന വാക്യം 5-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. കൃപയുടെ ബഹുത്വവും അതിൻ്റെ അടിഭാഗങ്ങളിൽ
അതിക്രമങ്ങളുടെ ബഹുത്വവും അതെന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്നു. ഏദൻ പർദീസയിൽ കൃപയുടെ ബഹുത്വം ഉണ്ടായിരുന്നു. അവിടെ തന്നെയാണ് അതിക്രമങ്ങളുടെ ബഹുത്വവും വന്നത്. അതിക്രമങ്ങളുടെ ബഹുത്വം വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള കൃപ നമുക്ക് നൽകണം. അതോർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ 9 മാസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയൊരു കൺവെൻഷൻ ഇവിടെ നടത്തണമെന്നുള്ള ആഗ്രഹം ഇരു സഭകളുടെയും ഹൃദയത്തിൽ തോന്നി. അതിനെ ഓർത്ത് അന്ന് മുതൽ ഇന്നുവരെയും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം സഹായിച്ചു. കർത്താവ് ആ കാര്യങ്ങൾ അനുഗ്രഹപ്രദമാക്കി തീർക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് മഴയുടേതായിട്ടുള്ള അല്പം പ്രയാസമുണ്ടെങ്കിലും ഇത്രയും പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായി തീർന്നതുകൊണ്ട് ഞങ്ങൾ ഹൃദയംഗമായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 രാത്രികളിൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം തന്റെ ദാസന്മാരിൽ കൂടെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായി തീർന്നു. അതോർത്തും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ആദ്യത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്റെ ദാസൻ നമ്മെ ഓർപ്പിച്ചത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും 1, 2, 3, 4 വാക്യങ്ങളിൽ നിന്നും പുത്രൻ മുഖാന്തരം പാപത്തിന് പരിഹാരം വരുത്തി ശ്രേഷ്ഠനായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. വചനത്തിന്റെ ആധികാരികത ദൈവ നമ്മൾ കേട്ടത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 35, 36, 37, 38 എന്നീ വാക്യങ്ങളിൽ കൂടെ ആസ്പദമാക്കി കടന്നു പോകുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാണ് നമുക്ക് കഴിഞ്ഞ 2 രാത്രികളിൽ കേൾപ്പാൻ തക്കവണ്ണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ കേൾപ്പാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ സഹോദരൻ ജെയിംസിൽ നിന്നും നമുക്ക് കേൾപ്പാൻ ഇടയായത് യഹോവയുടെ ഭുജം, അത് രക്ഷിക്കുന്ന ശബ്ദം, അത് നീട്ടിയ ഭുജം, അത് കർത്താവായ യേശുക്രിസ്തു എന്ന് കേൾപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി. ഇങ്ങനെ ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ഈ ദേശത്തിനും ദേശനിവാസികൾക്കും ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നിലയിൽ ഈ 3-ാമത്തെ അവസാന രാത്രിയിലും ഇത്രയും പ്രിയപ്പെട്ടവർ കടന്നു വരുവാനും ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ ഇരിപ്പാനും സ്വർഗത്തിലെ ദൈവം നമ്മോട് കരുണ കാണിച്ചു. ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് 2 സഹോദരന്മാർ ഇപ്പോൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. ആദ്യമേ തിരുവല്ലയിൽ നിന്നും കടന്നു വന്നിട്ടുള്ള അലക്സ് മേൽപ്പാടം, തുടർന്ന് വെണ്ണിക്കുളത്തു നിന്നും കടന്നു വന്നിരിക്കുന്ന CM ചാക്കോ സഹോദരന്മാർ രണ്ടുപേരും നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. തുടർന്ന് PG ജെയിംസ് വചനത്തിൽ നിന്നും സംസാരിക്കുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ രാത്രി സമയത്തിനായി സ്തോത്രം. കഴിഞ്ഞ 2 രാത്രികളിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഇവിടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാരിൽ കൂടെ ഇടയാക്കിയനായ സ്തോത്രം. പ്രിയപ്പെട്ടവരിൽ നിന്ന് നല്ല ഗാനങ്ങൾ കേൾക്കുവാൻ ഇടയാക്കിയനായ സ്തോത്രം. സംവിധാനങ്ങളെയെല്ലാം കർത്താവ് തൃക്കരങ്ങളിൽ ഏറ്റ് ക്രമീകരിച്ചു തന്നതിനായ സ്തോത്രം. ഇരു സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന വളരെ നാളുകൾക്ക് ശേഷം ഈ പ്രദേശത്ത് മാറ്റമില്ലാത്ത വചനം കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളമായി അറിയിപ്പാൻ ഈ പ്രിയ സഭകൾക്ക് കർത്താവെ പ്രിയപ്പെട്ടവർക്ക് അതിന് കൊടുത്ത ഉത്തരവാദിത്വത്തിനായി സ്തോത്രം, ഉത്സാഹത്തിനായി സ്തോത്രം, എല്ലാ ക്രമീകരണങ്ങളും അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് പകലിൽ മഴയുടേതായ പ്രയാസമുണ്ടായിട്ട്
കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ ഇവിടെയായി ദൈവജനം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട് കർത്താവെ, ഈ മീറ്റിംഗ് തടസ്സം കൂടാതെ നടക്കുവാൻ എല്ലാ ക്രമീകരണങ്ങളും പ്രകൃതിമേൽ ആനുകൂല്യം നൽകി നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ചുറ്റുപാടിൽ നിന്നും അനേക ദൈവമക്കളെയും പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. കർത്താവിന്റെ ദാസന്മാരെ കൂട്ടിവരുത്തിയതിനായി നന്ദി പറയുന്നു. കർത്താവെ, നീ ഞങ്ങളെ സഹായിക്കണമേ. ആവർത്തിച്ച് ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാനിടയാക്കണമേ. ഇതുവരെയും കർത്താവിനെ അറിയാത്തവര് കർത്താവിനെ അറിയുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളോടും കൂടെ ഇരിക്കണമേ. നിന്റെ ദാസന് വചനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടുകൂടി കർത്താവേ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ പ്രദേശത്ത് വിളമ്പി അറിയിക്കുവാൻ നിന്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനായി നന്ദി പറയുന്നു. എല്ലാ സംവിധാനങ്ങളെയും നീ ഒരുക്കി നന്നായിട്ട് കർത്താവെ ശുശ്രൂഷ മുന്നോട്ട് പോകുവാൻ എല്ലാ ക്രമീകരണങ്ങളും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹമായ സമയത്തിനായി സ്തോത്രം. ഇന്ന് പകൽ സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവിനെ ആരാധിപ്പാനിടയാക്കിയതിനായി സ്തോത്രം. കർത്താവെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് കർത്താവെ ഈ സമയത്ത് ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഇങ്ങനെ ഇടയാക്കിയതിനായി സ്തോത്രം. എല്ലാത്തിനായി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ നിന്റെ ദാസനെ തൃക്കരങ്ങളിലേക്ക് വെക്കുന്നു. കർത്താവ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമീൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കാരണവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹപ്പെട്ട ഈ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഓർത്തതുപോലെ ആഴ്ചപ്പെടുത്ത ഒന്നാം ദിവസമായി ഇന്ന് പകൽക്കാലം അങ്ങയെ ആരാധിപ്പാൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കി. ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹപ്പെട്ട ഗാനങ്ങൾ പാടി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, പാടി അങ്ങയെ സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം. ഗാനങ്ങൾ ലീഡ് ചെയ്യുവാൻ തക്കണം പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അടിയങ്ങൾ ഓർത്തതുപോലെ ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ യോഗങ്ങളുടെ സമാപന രാത്രികാലം കടന്നുവരുവാൻ തക്കണം ദൈവം സഹായിച്ചല്ലോ. കഴിഞ്ഞ 2 രാത്രികാലം അവിടെ ദാസന്മാരിൽ കൂടി ആവശ്യമായ വചനം ഈ ദേശത്തോടെ വിളിച്ചറിയിക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നി. ഈ സമാപന രാത്രികാലം അവിടെ ദാസനെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രികാലം ദൈവാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ ദേശത്തോടുള്ള അരുളപ്പാട് വിളിച്ചറിയിക്കുവാൻ തക്കണം, കടന്നു വന്ന ജനത്തോടുള്ള അരുളപ്പാട് വിളിച്ചറിയിപ്പാൻ തക്കണം നിന്റെ ദാസനെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷനിൽ കൂടിയും കർത്താവിന്റെ നാമം മാത്രം ഉയരുവാൻ, കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, കാലാവസ്ഥ പ്രതികൂലമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നിന്റെ ജനം കടന്നു വരുന്നതിന് അതൊക്കെ അനുകൂലമാക്കി തീർത്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദാവീദിനോട് ചേർന്ന് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാമം ഇരിക്കുന്ന പറവാൻ തക്കണം. ഞങ്ങളുടെ കർത്താവിനെ ഏത് സമയം സ്തുതിക്കുവാൻ അവിടുന്ന് ഇടയാക്കുന്നവർക്ക് തന്നെ ഒരു സ്തോത്രം. ഈ പുല്ലാടിന് ചുറ്റുപാടുമുള്ള പ്രാദേശിക പ്രഥമ സഭകൾക്കായി അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ ക്രമീകരിച്ച പുല്ലാട് ബദൽ സഭയ്ക്കായി, വെരയന്നൂര് രഘുബോധ് സഭയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നീണ്ട മാസങ്ങളിൽ ക്രമീകരണം ചെയ്യുവാൻ തക്കണം. അനേകരുടെ കർത്താവെ പ്രയത്നഫലം കണ്ട് ഈ നില അങ്ങേക്ക് നന്ദി പറയുവാൻ തക്കണം. ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ നാമം ആ നിലയിൽ ഇവിടെ മഹത്വപ്പെടുവാൻ, അവങ്ങളുടെ നാമം മാത്രം ഉയരുവാൻ അവിടുന്ന് ഇടയാക്കി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ദേശത്തിന് കാവൽക്കാരാക്കി നിർത്തിയിരിക്കുന്ന വലിയ ചിന്ത ഞങ്ങളെ ഭരിച്ചുകൊണ്ട് ഈ ദേശത്തോടുള്ള കടപ്പാട് നിവർത്തിക്കുവാൻ തക്കണം. ദൈവസഭകളെ ഇവിടുന്ന് എടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ ദൈവദാസന്മാർക്കായി, മൂപ്പന്മാർക്കായി, സഹവിശ്വാസികൾക്കായി എല്ലാവർക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള അനുകൂലമായ സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കി തന്നോർത്ത് സ്തോത്രം. തുറന്നു ലൈറ്റിനെയും മൈക്കിനെയും ഒക്കെ കർത്താവ് നിയന്ത്രിക്കണമേ. അവിടുത്തെ ദൂതന്മാരെ കണ്ടി പന്തല പരിസരം കർത്താവേ അവിടുന്ന് കാവൽ ചെയ്യണമേ. യാതൊരു പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒന്നും ഉണ്ടാവില്ലാതെ നിന്റെ ദാസനിൽ കൂടിയുള്ള വചനം കേട്ട് അനുഗ്രഹം പ്രാപിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകാൻ ഇടയാകണം. യഥാർത്ഥമായി രക്ഷിക്കപ്പെടാതെ, യഥാർത്ഥമായ കർത്താവെ ദൈവസേനയിലേക്ക് കടന്നു വരാത്ത ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രികാലം കേൾക്കുന്ന വചനത്തിൽ കൂടെ ദൈവസേനയിലേക്ക് കടന്നു വരുവാൻ ഇടയാകണമേ. വിശ്വാസികൾ കുറെ കൂടെ ആത്മീയ കാഴ്ചപ്പാടുള്ള തീരുവാൻ ഈ രാത്രികാലത്തെ ദൈവവചന കേൾവി മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാം നമ്മൾക്കായി സ്തോത്രം. നിന്റെ ദാസനെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മടികൾ അപേക്ഷിക്കുന്നു, കേട്ടുള്ളുമാറാകണമേ. ആമീൻ. വചന ശുശ്രൂഷയ്ക്കായിട്ട് സഹോദരൻ PG ജെയിംസിനെ ക്ഷണിച്ചുകൊള്ളു.
ദൈവത്തിൻ്റെ വലിയൊരു നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ നടന്നുവരുന്ന സുവിശേഷ മഹായോഗത്തിൻ്റെ സമാപന രാത്രിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ യോഗങ്ങൾ സംഘടിപ്പിച്ച പുല്ലാട് ബഥേൽ സഭയ്ക്കായും രഹബോത്ത് സഭയ്ക്കായും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എളിവനായ എനിക്ക് ഈ യോഗത്തിൽ സംബന്ധിക്കുവാനും ദൈവത്തിൻ്റെ വിലയേറിയ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനും ലഭ്യമായ വിലപ്പെട്ട അവസരത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇരു സഭകളിലെ പ്രിയപ്പെട്ടവരും അയൽ സഭകളിൽ നിന്ന് കടന്നു വന്ന ദൈവജനത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്തുള്ള സുവിശേഷ വേലയുടെ ആ ഭാരം എല്ലാ ദൈവജനത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. ഇവിടെ നടക്കുന്ന ഈ സുവിശേഷ പ്രവർത്തനത്തെ ഓർത്ത് ആദരിച്ച് പ്രാർത്ഥിക്കുകയും കടന്നു വരികയും ചെയ്ത എല്ലാ ദൈവജനത്തെയും ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഇന്ന് രാത്രിയിലും ഈ ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് തന്ന സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരങ്ങളായ ഗാനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഇന്നു രാത്രിയിലെ വിചിന്തനത്തിന് ആധാരമായി നമുക്കേവർക്കും വളരെ പരിചിതമായൊരു വാക്യം വായിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. സുവിശേഷമനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോട് മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ 2-ാം മിഷണറി യാത്രയിലാണ് തെസ്സലോനിക്കയിലേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവർ ത്രോവാസിൽ നിന്ന് കപ്പൽ കയറി ഫിലിപ്പിയിലേക്ക് വന്നു. അവിടെ ഒരുപറ്റം ആളുകളോട് സുവിശേഷം പറഞ്ഞു. തുടർന്ന് വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീയിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും ആ രാത്രിയിൽ അവർ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയും വാതിലുകൾ തുറക്കപ്പെടുകയും അവരുടെ ചങ്ങലകൾ അഴിയുകയും ചെയ്തു. അന്ന് രാത്രിയിൽ കാരാഗൃഹ പ്രമാണി അവിടെ വെച്ച് രക്ഷിക്കപ്പെടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് പ്രവർത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിലെ ചരിത്ര സംഭവമാണ്. 17-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പിന്നീട് തെസ്സലോനിക്കയിലേക്ക് വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. തീർച്ചയായും അവർ തെസ്സലോനിക്കയിലേക്ക് വന്നത് വലിയൊരു ദൈവനിയോഗമായിരുന്നു. അവർ കാൽ ചവിട്ടിയ മണ്ണ് ദൈവം അവർക്കായിട്ട് കൊടുത്തു. അനേക ആളുകൾ രക്ഷിക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ഏതാണ്ട് 3 ആഴ്ചക്കാലം അതിനോടടുത്ത സമയത്ത് അവിടെ പ്രവർത്തിച്ചപ്പോൾ തന്നെ അനുഗ്രഹീതമായൊരു സഭ ഉടലെടുക്കുവാനിടയായിത്തീർന്നു. അനേക രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും വേർപെടുവാനും മുഖാന്തരമായി തീർന്ന വളരെ മാതൃകയോടുകൂടിയ ഒരു സഭ അവിടെ ഉണ്ടാകുവാനിടയായിത്തീർന്നു. അതാണ് തെസ്സലോനിക്ക സഭ. ചരിത്രപരമായി പറഞ്ഞാൽ ഏതാണ്ട് BC 316 വരെ ഈ പട്ടണം അറിയപ്പെട്ടിരുന്നത് തെർമ എന്ന ഒരു പേരിലായിരുന്നു. ചരിത്രപരമായും രാഷ്ട്രീയപരമായും വാണിജ്യപരമായും ഒക്കെ വളരെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു തെർമ പട്ടണം. അതുകൊണ്ട് കസാൻഡ ചക്രവർത്തി സൈന്യസമേതം ഇവിടേക്ക് വരികയും യുദ്ധം ചെയ്ത് ഈ മനോഹരമായ പട്ടണം പിടിച്ചടക്കുകയും ചെയ്തു. അന്നു മുതൽ തനിക്കൊരാഗ്രഹമുണ്ടായി, ഈ പട്ടണം ഇനി ഒരിക്കലും എന്റെ അധീനതയിൽ നിന്ന് മാറുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് താൻ തന്റേതായ ഒരു പേര് ഈ പട്ടണത്തിന് കൊടുത്തു. ആ പേരാണ് തെസ്സലോനിക്ക എന്ന് പറയുന്നത്. തന്റെ ഭാര്യയുടെ പേരാണ് ഈ തെസ്സലോനിക്ക എന്നുള്ളത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു സഹോദരിയാണ് ഈ തെസ്സലോനിക്ക എന്നാണ് ചരിത്രം പറയുന്നത്. പൗലോസും തന്റെ സഹപ്രവർത്തകരും അവരുടെ പ്രവർത്തനപരമായി ഉണ്ടായ ഈ അനുഗ്രഹീതമായ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ 2 ലേഖനങ്ങളാണ് എഴുതുന്നത്. ഈ 2 ലേഖനങ്ങളും ഏറെ പ്രൗഢഗംഭീരങ്ങളായ ലേഖനങ്ങൾ തന്നെയാണ്. 1-ാം ലേഖനത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ വരവിനെക്കുറിച്ചൊക്കെ ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഈ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. സുവിശേഷം അനുസരിക്കാത്തവർ
ദൈവത്തിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. സുവിശേഷം അനുസരിക്കാത്തവർക്ക് വരുവാൻ പോകുന്ന അതിഭയാനകമായ ന്യായവിധിയെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ ഒരു സൂചന നൽകുന്നത്. നിർമ്മലമായ സുവിശേഷം അത് അവഗണിച്ചു പോകുന്ന സകല മാനവജാതിക്കും ഒരു നിത്യശിക്ഷാവിധി ഉണ്ട് എന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഈ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിച്ച ചില കാര്യങ്ങൾ ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സുവിശേഷം അനുസരിക്കാത്തവർ. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദപുസ്തകത്തിൽ ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. സുവിശേഷം എന്നുള്ളത് ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ എത്രയോ ആശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്, എത്രയോ തത്വസംഹിതകൾ, എത്രയോ പ്രത്യയശാസ്ത്രങ്ങൾ, മനുഷ്യ മനസ്സിനെ ഇളക്കി മറിക്കുന്ന എത്രയോ ആശയങ്ങൾ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മൺമറഞ്ഞു പോയപ്പോൾ, അതൊക്കെ കാലയവനിക്കുള്ളിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ, സുവിശേഷം മാത്രം ഇന്നും ജനകോടികളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നു. അതിന് കാരണം അതൊരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ശാന്തിയില്ലാത്ത ജീവിതങ്ങൾക്ക് ശാന്തി നൽകിക്കൊണ്ട്, സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനം നൽകിക്കൊണ്ട്, ജീവിതത്തിൽ മദ്യപാനം, മയക്കുമരുന്ന്, ജീവിത ചാബല്യങ്ങൾ എന്നിവ കൊണ്ട് ആകെ തകർന്ന് തരിപ്പണമായ എത്രയോ ജീവിതങ്ങളെ കരം പിടിച്ചുയർത്തി അവരുടെ ജീവിതത്തെ കരിപ്പിടിപ്പിച്ച് വിജയത്തിന്റെ സോപാനത്തിലേക്ക് ആനയിക്കുന്ന ശുഭ സന്ദേശമാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സുവിശേഷം ഇത്രമാത്രം അജയ്യമായി നിലകൊള്ളുന്നത്? അതിന് കാരണം അതൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. നാം അറിയുന്നത് പോലെ സുവിശേഷം ഒരു പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ, അതൊരു മതമായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഭൂപരപ്പിൽ കാണുകയില്ലായിരുന്നു, എന്നേ അത് പോയി മറഞ്ഞേനുമായിരുന്നു. ഈ സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതനായ പുണ്യപുരുഷൻ കർത്താവായ യേശുക്രിസ്തു, ആ വ്യക്തിയാണ് സുവിശേഷം എന്നുള്ളത്. യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച് ഗലീലയിൽ പ്രസംഗിച്ച് കാൽവറിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നിസ്തുല്യനായ കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം എന്നത്. അപ്പൊ സുവിശേഷം അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം വളരെ ലളിതമാണ്. യേശുക്രിസ്തുവിനെ അനുസരിക്കാതിരിക്കുക. യേശുക്രിസ്തുവിനെ അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുന്നു. യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത്, എന്തിനു വേണ്ടിയാണോ കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്, സ്വർഗാരോഹണം ചെയ്തത്, എന്തിനു വേണ്ടിയാണോ താമസമിന മടങ്ങി വരുന്നത്, ആ കാര്യം വിശ്വസിച്ച് അംഗീകരിക്കാതിരിക്കുക, അതാണ് സുവിശേഷം അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ രക്ഷിക്കപ്പെടാതിരിക്കുക, പാപമോചനം പ്രാപിക്കാതിരിക്കുക, ദൈവപുത്രന്റെ ചങ്കിലെ ചോരയാൽ പാപങ്ങളുടെ അങ്കി കഴുകി ശുദ്ധീകരണം പ്രാപിക്കാതിരിക്കുക, അതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം സുവിശേഷം അനുസരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം വളരെ കൂലങ്കഷമായി പരിശോധിക്കേണ്ടുന്നതായ വസ്തുതയാണ്. സുവിശേഷം അനുസരിക്കാത്തവർ എന്ന് പറഞ്ഞ രക്ഷിക്കപ്പെടാത്തവർ, അവർക്ക് നഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ വാക്യത്തെ തുടർന്ന് നമ്മൾ വായിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ സന്നിധാനം അവർക്ക് നഷ്ടപ്പെടും. രണ്ട്, അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം അവർക്ക് നഷ്ടപ്പെടും. ഈ രണ്ട് കാര്യങ്ങളും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഏറെ പ്രാധാന്യമറിയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ദൈവത്തിന്റെ സന്നിധാനം ഒരാൾക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സങ്കടകരമായ വേറെ ഒന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടില്ല. എന്താണ് ദൈവത്തിന്റെ സന്നിധാനം എന്ന് പറയുന്നത്? മനോഹരമായ സ്വർഗമാണ്. ആ സ്വർഗം അവന് നഷ്ടപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുവന് സ്വർഗത്തിലേക്ക് പോകുവാൻ ഏക മാർഗമെന്ന് പറയുന്നത് സുവിശേഷം അനുസരിക്കുക എന്നുള്ളതാണ്, രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ അനുവാദമില്ല. ദൈവത്തിന്റെ വചനം ആ കാര്യം വളരെ വ്യക്തമായി നമ്മെ രേഖപ്പെടുത്തുകയാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു നിക്കോദിമോസിനോട് സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ നമുക്കറിയാം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കണം എന്നിവിടെ ഓർപ്പിക്കുകയാണ്. എന്താണ് പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ ലോകത്തിൽ ഒരു ദിവസം നമ്മുടെ മാതാപിതാക്കളുടെ അരിമസന്താനമായി ജനിച്ചവരാണ്. എല്ലാവർക്കും ഒരു ജന്മദിവസമുണ്ട്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, വേറൊരു ദിവസം കൂടി, ജന്മദിവസം കൂടി നമുക്കുണ്ടാകണം. നാം ഒന്നുകൂടി ജനിക്കണം. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അത് ദൈവഭവനത്തിലാണ് ജനിക്കേണ്ടത്. അത് ദൈവമക്കളായിട്ടാണ് ജനിക്കേണ്ടത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ദിവസം എന്ന് പറയുന്നത്. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശുവൻ പാപം തീർത്ത നാൾ, അങ്ങനെ പറയുന്ന മനോഹരമായ ദിവസമാണ്
പുതുതായി ജനിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ പുതുതായി ജനിക്കാത്ത ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം വ്യക്തമായി ആ കാര്യം ഓർപ്പിക്കുകയാണ്. എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു ആശയം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ വാക്കുകൾ ഇത്തരണത്തിൽ വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ കർത്താവ് ഒരു പറ്റം ആളുകളോട് പറയുകയാണ്, നിങ്ങൾ അന്ത്യനായ വിധിയുടെ നാളിൽ എന്നോട് പറയും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വളരെ വീര്യപ്രവർത്തികൾ ചെയ്തു. പക്ഷെ കർത്താവ് അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് സാത്താനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് തീർത്തു പറയും. വാസ്തവത്തിൽ എന്താണ് അതിന്റെ അർത്ഥം? യേശുവിന്റെ നാമത്തിൽ അവരൊക്കെ വലിയ വീര്യപ്രവർത്തികൾ ചെയ്തവരാണ്, യേശുവിന്റെ നാമത്തിൽ പ്രവചനങ്ങൾ നടത്തിയവരാണ്, യേശുവിന്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തി നടത്തിയവരാണ്, യേശുവിന്റെ നാമത്തിൽ വൻകാര്യങ്ങൾ ചെയ്തവരാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവരോടെന്താ കർത്താവ് പറയുന്നത്? നിങ്ങൾ പോകുവീൻ എന്ന്. അതിന്റെ കാരണമെന്ന് പറയുന്നത്, രക്ഷിക്കപ്പെടാതെയാണ് അവർ യേശുവിന്റെ നാമത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെടാത്തവർക്കും യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കാം, രക്ഷിക്കപ്പെടാത്തവർക്കും യേശുവിന്റെ നാമത്തിൽ വൻകാര്യങ്ങൾ ചെയ്യാം, രക്ഷിക്കപ്പെടാത്തവർക്കും യേശുവിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്യാം. പക്ഷെ എന്തെല്ലാം ഒരുവൻ ചെയ്താലും അവന്റെ ജീവിതത്തിൽ ഒരു വീണ്ടും ജനനം സംഭവിച്ചിട്ടില്ലെങ്കിൽ അവൻ പോകുന്നത് നിത്യമായ നരകത്തിലേക്കാണ്, നിത്യമായ നാശത്തിലേക്കാണ്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. രക്ഷിക്കപ്പെടാത്ത ഒരുവൻ, സുവിശേഷം അനുസരിക്കാത്ത ഒരുവൻ ദൈവത്തിന്റെ സന്നിധാനം വിട്ടകലും എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. പുതുതായി ജനിക്കണം. ചില ആളുകളോടൊക്കെ പുതുതായി ജനിച്ചതാണോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി, ഞങ്ങളിങ്ങനെ പുതുതായി ജനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതും ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ലോകത്തിൽ ജനിച്ചത് ഒരു ദിവസമല്ലേ? ഒരു വ്യക്തിയുടെ ജന്മദിവസം ഒരു ദിവസം മാത്രമാണ്, പല ജന്മദിവസങ്ങൾ ആർക്കും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ദൈവഭവനത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാലും ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ഇന്ന വർഷം, ഇന്ന മാസം, ഇത്രാം തീയതി യേശുക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, അങ്ങനെയുള്ളവർക്ക് അത് വ്യക്തമായിട്ട് പറയുവാൻ കഴിയും. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് പറയുവാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും അമ്മച്ചി ഒരു സഭയിൽ സാക്ഷ്യം പറഞ്ഞതായി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അമ്മച്ചി പറഞ്ഞത്, ഞാൻ എല്ലാ വർഷവും നമ്മുടെ അടുത്ത് നടക്കുന്ന ഒരു വലിയ കൺവെൻഷനിൽ കടന്നു പോകുകയും അവിടെയുള്ള ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട് ഞാൻ വർഷം തോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ വർഷവും കൺവെൻഷന് പോകുവാനും അവിടെ ചെന്ന് വീണ്ടും ജനിക്കുവാനും ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ആ പ്രാർത്ഥനയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അവരാണ് സുവിശേഷം അനുസരിക്കുന്നത്. ഇന്നു രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വരയന്നൂരിന്റെ പ്രദേശത്തുള്ള ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, പന്തലിനുള്ളിലും പരിസരങ്ങളിലുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രബുദ്ധരായ പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം നെഞ്ചിലേറ്റിയ ഒരു ദിവസം നമുക്കുണ്ടോ? ഈ സുവിശേഷത്താൽ പരിവർത്തനം വന്ന, സുവിശേഷത്താൽ പുതിയ സൃഷ്ടിയായി തീർന്ന, സുവിശേഷത്താൽ വീണ്ടും ജനിച്ച ഒരു പ്രത്യേകമായ ദിവസം നമ്മുടെ ജീവിതത്തിൽ അക്കമിട്ട് പറയുവാൻ കഴിയുമോ? എങ്കിൽ മാത്രമേ നാം പുതുതായി ജനിച്ചുവെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. സുവിശേഷം അനുസരിക്കാത്തവർക്ക് നഷ്ടപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ സന്നിധാനം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമ്മളോട് വായിക്കുന്നത്, അവർ ക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള മഹത്വം വിട്ടകലും എന്നുള്ളതാണ്. ദൈവത്തിന്റെ വല്ലഭത്വമുള്ള മഹത്വം വിട്ടകലും. ദൈവത്തിന്റെ മഹത്വം ഒരാൾക്ക് കാണുവാൻ കഴിയുക എന്ന് പറയുന്നത് അതിനേക്കാൾ മനോഹരമായ മറ്റൊരു കാഴ്ചയും അവനുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം മഹത്വ സമ്പൂർണനായ ദൈവമാണ്. എന്താണ് ഈ ഭൂമി മുഴുവനും ഇത്ര സൗന്ദര്യമുള്ളതായി തീർന്നിരിക്കുന്നത്? ഈ ഭൂമി മുഴുവനും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ഉസിയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് പ്രവാചക ശ്രേഷ്ഠനായ യെശയ്യാവ് കാണുകയാണ്. സാറാഫുകൾ അവിടെ പാടുന്നത് എന്താണ്? അവർ പാടുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ചരാചര നിബിഡമായ ലോകം മുഴുവനും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 19-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു.
അപ്പോൾ ഈ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. അപ്പോൾ ആകാശഭൂമികൾ മുഴുവനും അഖിലാണ്ടകാരകനായ തേജോമയനായ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ദൈവത്തിന്റെ മഹത്വം ഒരാൾക്ക് കാണുവാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏത് അത്ഭുതങ്ങൾ നമ്മൾ കണ്ടാലും, ലോകത്തിലെ ഏത് മായാ കാഴ്ചകൾ നമ്മൾ കണ്ടാലും, അങ്ങകലെ അനന്തതയിൽ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കേവലം വട്ടപൂജ്യം മാത്രമായിരിക്കും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരളവിൽ ഈ ആയുസ്സിൽ തന്നെ ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം, അവൻ നമുക്ക് വേണ്ടി മരണം അനുഭവിച്ചതുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുകയാണ്. താമസവന ദൈവത്തിന്റെ മഹത്വം നാം അക്കരെ നാട്ടിൽ കാണുവാനായിട്ട് പോകുകയാണ്. അവന്റെ മഹത്വത്തോടുകൂടെ നാം അവനെ കാണുവാൻ പോകുകയാണ്. നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നാം നമ്മുടെ കർത്താവിനെ കാണുവാൻ പോകുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ആ മഹത്വം കാണുവാൻ കഴിയുകയില്ല എന്ന് വചനം വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവത്തിന്റെ സന്നിധാനം, മറ്റൊന്ന് അവന്റെ വല്ലഭത്വമുള്ള മഹത്വം. ഈ രണ്ടു കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഒരു കാര്യമാണ്, നിത്യനാശം എന്ന ശിക്ഷാവധി അവർ അനുഭവിക്കും എന്നാണ് വായിക്കുന്നത്. രണ്ട് നഷ്ടപ്പെടുമ്പോൾ ഒന്ന് ലഭിക്കും. ലോകത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും എന്നാണ്. എന്നാൽ ഇവിടുത്തെ പ്രമാണം രണ്ടു കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒന്ന് കിട്ടും. അതിമഹത്തായ രണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ഏറ്റവും ഭയാനകമായ ഒന്ന് അവന്റെ ജീവിതത്തിലേക്ക് വന്നുപെടുകയാണ്, നിത്യനാശം എന്ന ശിക്ഷാവധി. വാസ്തവത്തിൽ ഇത് ശരിയാണോ? ദൈവം ലോകത്തെ ന്യായം വിധിക്കും എന്ന് പറയുന്ന ഈ പ്രസംഗത്തിന് കാലിക പ്രാധാന്യമുണ്ടോ? ലോകത്തെ ആളുകൾ വിരൽത്തുമ്പിൽ ഒതുക്കിയിരിക്കുന്ന, ശാസ്ത്രഗോളങ്ങളെ കയ്യെത്തിപ്പിടിച്ചിരിക്കുന്ന ഈ നൂതന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും മനുഷ്യന്റെ ചെയ്തികളെ കാണുന്നവനാണെന്നും ന്യായം വിധിക്കുന്നുവെന്നും പറയുന്നത് പോഷത്തരമല്ലേ? അത് പ്രാധാന്യമുള്ള പ്രസംഗമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ലോകത്തെ ന്യായം വിധിക്കും എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. അതിന് രണ്ട് തെളിവുകൾ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. ഒരു തെളിവെന്ന് പറയുന്നത് നമ്മുടെ ദൈവം ന്യായവിധി നടത്തുന്ന ദൈവമാണ് എന്നുള്ളതാണ്. ദൈവം ന്യായവിധിയുടെ ദൈവമാണ് എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. പുറപ്പാട് 34:6-7, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ, അകൃത്യവും അതിക്രമവും ലംഘനവും ക്ഷമിക്കുന്നവൻ, 1000 ദയപാലിക്കുന്നവൻ. എത്ര നല്ല ദൈവമാണ് അല്ലേ? നമ്മുടെ ദൈവം എത്രയോ നല്ല ദൈവമാണ്, എത്രയോ സ്നേഹനിധിയായ ദൈവമാണ്. പക്ഷെ തൊട്ടടുത്ത് വായിക്കുന്നത്, എങ്കിലും കുറ്റക്കാരനെ വെറുതെ വിടാതെയും പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും അങ്ങനെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവനും ആകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അകൃത്യത്തെ കണക്കിടുന്നവനാണ്. പിതാക്കന്മാരുടെ അകൃത്യം 3-4 തലമുറ വരെയും ചോദിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ പിതാക്കന്മാര് പാപം ചെയ്താൽ തലമുറകൾ നരകത്തിൽ പോകുമെന്നല്ല അതിന്റെ അർത്ഥം. പിതാക്കന്മാര് പാപം ചെയ്താൽ അതിന്റെ കോൺസിക്വൻസസ്, അതിന്റെ പരിണിത ഫലങ്ങൾ തലമുറകളിലേക്ക് വ്യാപരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന നന്മയുടെ മുഖാന്തരം വാസ്തവത്തിൽ നമ്മളൊന്നുമല്ല. ആ ദൈവം, നമ്മുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ പരമാർത്ഥികളായി ജീവിച്ചതുകൊണ്ട് അതിന് ദൈവം നൽകിയ ഒരു പ്രതിഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന നന്മകൾ. അത് ശരി തന്നെയാണ്. എന്നാൽ ആ നാണയത്തിനൊരു മറുവശം കൂടുണ്ട്. പിതാക്കന്മാർ ചെയ്യുന്ന ദൈവികമല്ലാത്ത കാര്യങ്ങൾ അതിനവർ മാത്രമല്ല 3-4 തലമുറകൾ വരെ അതിന്റെ കയ്പുകാടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ദൈവത്തിന്റെ വചനം സ്പഷ്ടമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പിതാക്കന്മാരെ, ദൈവസന്നിധി നമ്മുടെ തലമുറകളെ ഓർത്ത് കരയുകയും അവർക്ക് വേണ്ടി നാം പരമാർത്ഥികളായി ജീവിക്കുകയും ചെയ്യണമെന്ന് മനോഹരമായൊരു പാഠം നമുക്കിവിടെ കിട്ടുകയാണ്. നമ്മുടെ ദൈവം ന്യായവിധി നടത്തുന്ന ദൈവമാണ്. രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത്, ഈ ചരിത്രത്തിൽ ഒട്ടേറെ ന്യായവിധികൾ ദൈവം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്റെ പ്രിയ സ്നേഹിതരെ, ദൈവത്തിന് ന്യായവിധിയുടെ കരം ഈ ലോകത്തെ തൊട്ട എത്രയോ സന്ദർഭങ്ങളുണ്ട്. ദൈവത്തിന് ന്യായവിധിയുടെ കരത്തിന്റെ വലിയ ഘോര സ്പർശനമേറ്റ എത്രയോ സന്ദർഭങ്ങൾ ഈ ലോകത്തിന് പറയുവാനായിട്ടുണ്ട്. എത്രയെത്ര സന്ദർഭങ്ങൾ. പക്ഷേ അതിലേറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും പ്രാരംഭത്തിൽ നടന്നതുമായ
ഒരു ന്യായവിധിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. നോഹയുടെ കാലത്തെ ന്യായവിധി എന്തിനാണത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നോഹയുടെ കാലം എന്ന് പറയുന്നത് ഏതാണ്ട് ഈ കാലത്തിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പതിപ്പാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നത്, മത്തായി 24:37 വായിക്കുന്നത്, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു നിർണായകമായ കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുന്നു എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കുന്ന വസ്തുതയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പണ്ട് നോഹയുടെ കാലം എങ്ങനെയായിരുന്നുവോ ആ കാലം പോലെയുള്ള ഒരു കാലമാണ് എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. ആകട്ടെ, നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിന്റെ 38-ാം വാക്യം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന് 38-ാം വാക്യത്തിൽ വായിക്കുന്നത്, നോഹയുടെ കാലത്ത് അവർ തിന്നു, കുടിച്ചു, വിറ്റു, നട്ടു, വിവാഹത്തിന് കൊടുത്തു, വിവാഹം കഴിച്ചു. അതായിരുന്നു അവരുടെ ആ ജീവിതചര്യ എന്ന് പറയുന്നത്. തിന്നു, കുടിച്ചു, നട്ടു, പെൺമക്കളെ കല്യാണം കഴിപ്പിച്ചു, ആൺമക്കൾ കല്യാണം കഴിച്ചു. അതൊക്കെയായിരുന്നു അവരുടെ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇത് അക്ഷരാർത്ഥത്തിൽ ഇത് പാപമാണോ? നടുക എന്ന് പറയുന്നത് പാപമാണോ? തിന്നുന്നത് പാപമാണോ? മക്കളെ കല്യാണം കഴിപ്പിക്കുന്നത് പാപമാണോ? കല്യാണം കഴിക്കുന്നത് പാപമാണോ? അക്ഷരാർത്ഥത്തിൽ ഇതൊന്നും പാപമല്ല. പക്ഷേ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് 40 രാവും 40 പകലും മഴ പെയ്യിച്ച് മൂക്കി ജീവശ്വാസമുള്ള സകലത്തെയും കൊന്നുകളയുവാൻ തക്കവണ്ണം എന്തുകൊണ്ട് ഇത് ഇത്ര വലിയ പാപമായി തീർന്നു? അതിന്റെ ഉത്തരം